ഞങ്ങൾ ഒരു യാത്രയിലാണ്. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ടൂറ് KSRTCയുടെ കൂടെയാണ്. കുറേ കാലം കൊണ്ട് KSRTC ട്രിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലരും പോയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് പോയി നോക്കാമെന്നും പറഞ്ഞാണ് ഈ ട്രിപ്പിൽ ഞങ്ങൾ വന്നത്. പക്ഷേ വന്നപ്പോഴാണ് അതിമനോഹരമായിരുന്നു, വളരെ നല്ല ട്രിപ്പായിരുന്നു. ഞങ്ങളങ്ങനെ അവരോടൊപ്പം ഞങ്ങൾ യാത്രയിലാണ്. മൂന്നാർ ട്രിപ്പാണ്. അവിടുന്ന് ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. അതാണ് നേരത്തെ കണ്ട വീഡിയോ. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. അനേകം ഫാമിലികൾ, പല സ്ഥലത്തു നിന്നുള്ള കുടുംബങ്ങളുമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അത് പല സ്ഥലത്തുള്ള കുടുംബമാണെങ്കിൽ തന്നെയും ഞങ്ങൾ വണ്ടിയിൽ വന്ന് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു. ഒരു ഫാമിലി പോലെയായിരുന്നു ഞങ്ങളുടെ യാത്ര. വളരെ സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ പറ്റും. അത് ഒരു പ്രാവശ്യം പോയെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇറങ്ങി ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. നമ്മളും ആദ്യം വിചാരിച്ചു നമുക്ക് ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരിക്കും എന്നൊക്കെ. പക്ഷേ ഓരോ സ്ഥലത്തും നമ്മളെ അവർ കൊണ്ടുപോയി ഫോട്ടോ എടുക്കാനായാലും എല്ലാത്തിനുമുള്ള അവസരം KSRTC ഒരുക്കിയിരുന്നു. വളരെ നല്ല യാത്രയായിരുന്നു. ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 5 മണിക്ക് തിരിച്ചതാണ്. ഒരു ദിവസം ഞങ്ങളവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഫാമിലിയായിട്ടൊക്കെ പോകാനും നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോവുകയും ഇവരോടൊപ്പം നമുക്ക് പോകാം. നല്ല സേഫാണ്, വളരെ കെയറിങ്ങാണ്. അതിൽ ഈ സംസാരിക്കുന്ന ഇത് നമ്മുടെ അഭിലാഷ് സാറാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. ഒരുപാട് നല്ല സന്തോഷമായിരുന്നു. സാറിൻ്റെ ഓരോ കാര്യങ്ങളും എല്ലാം നല്ല ഡാൻസും പാട്ടും എല്ലാമായിട്ട് ഒരു കോർഡിനേറ്ററിനുപരി ഒരു നല്ല ഫ്രണ്ടായിട്ട്, നമ്മുടെ ഒരു സുഹൃത്തായിട്ട്, ഒരു സഹോദരനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. നല്ല പ്രോഗ്രാമായിരുന്നു. അതിനകത്ത് ഒരുപാട് പാട്ടും ഡാൻസും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും നമ്മളെ ഇറക്കി അവരെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ, നമ്മൾ കാറിലോ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചായിരിക്കും വണ്ടിയിലിരിക്കുന്നത്. ഇത് ഒരു ടെൻഷനും വേണ്ട, വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് പോയിട്ട് വരാം. അത് അവിടുത്തെ തൂക്കുപാലം, അയ്യപ്പൻ കോവിൽ, അങ്ങനെ കണ്ട പേര് ഓർമ്മയില്ല നന്നായിട്ട്. അവിടുത്തെ തൂക്കുപാലമാണ് അത്. ഇപ്പം അവിടെ വെള്ളമില്ല. വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ പാലമൊക്കെ അങ്ങ് നല്ലതായിട്ട് വെള്ളത്തിനടിയിലാവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ തൂക്കുപാലത്തിൽ നിൽക്കുകയാണ്. എല്ലാ ആൾക്കാരും കൂടെ അതിനകത്ത് കയറുകയായിരുന്നു. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എൻ്റെ കൂടെ ഹസ്ബൻഡും മോളും എൻ്റെ ബ്രദറിൻ്റെ വൈഫും മോളും ഉണ്ടായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു. നല്ല രസകരമായി കുറേ ആൾക്കാരുമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി പോയ ഒരു യാത്രയാണ്. നമ്മൾ സാധാരണ വിചാരിക്കും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇവരൊക്കെ നിർത്തി നമ്മളെ ഇറക്കത്തൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒന്നുമേ അല്ല. നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഇറങ്ങി നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള സമയം നമ്മൾ ചിലവാക്കിയാണ് നമ്മൾ പോയത്. തൂക്കുപാലത്തിൽ നിൽക്കുമ്പോൾ ആളുകൾക്കൊക്കെ പേടിയാവുന്നു. എല്ലാവരും കൂടെ കയറിയപ്പോൾ അങ്ങനെ ഇങ്ങനെ ഞെട്ടിയിരിക്കുവാണ്. നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണല്ലോ മൂന്നാർ, പറയേണ്ട കാര്യമില്ല. ആ പാലത്തിൽ നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. എല്ലായിടവും ഇറങ്ങി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് എല്ലാവർക്കും നന്നായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരോടൊപ്പം പോകുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നമുക്ക് വീട്ടിലൊറ്റയ്ക്കാണ്, നമുക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, അവർക്കൊന്ന് യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർ കൊണ്ടുപോകും വളരെ സേഫായിട്ട്. ഞങ്ങളുടെ കൂടെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. വളരെ സേഫായിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. നമുക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നല്ല കെയറിങ് ആണ്. പിന്നെ വളരെ തുച്ഛമായ ഒരു തുകയ്ക്ക് തന്നെ നമുക്കങ്ങനെ പോയി വരാനും പറ്റും. എല്ലാവർക്കും സാധാരണക്കാർക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അതാണ് നമ്മുടെ ഡ്രൈവർ. വളരെ നല്ല ഹാപ്പി ആയിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. നല്ല സന്തോഷവാനായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന്
ഇത് മനോജ് സാറാണ്, പോലീസ് ഓഫീസറാണ്. സാറ് ഒരു 71ാമത്തെ ട്രിപ്പാണെന്നാണ് പറഞ്ഞത് സാറിൻ്റെ ഇവരോടൊപ്പമുള്ള യാത്ര. വളരെ ഹാപ്പിയായിട്ട് പരിചയപ്പെടുത്തിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞതാണ്. ഇതിൽ ഞങ്ങൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈം. ബാക്കി എല്ലാവരും 6 7 പ്രാവശ്യം ഇവരോടൊപ്പം വന്നവരാണ്. പല സ്ഥലത്തായിട്ട് പല സ്ഥലങ്ങളിലും ഇവർ പോകുമല്ലോ. പിന്നെ ഇവരുടെ പാക്കേജിൽ തന്നെ നമുക്ക് ഡോർമെട്രി ഉണ്ട്. പക്ഷേ ഞങ്ങൾ റൂം ബുക്ക് ചെയ്താണ് പോയത്. കുറച്ച് പേര് റൂം ബുക്ക് ചെയ്ത്, കുറച്ച് സ്ത്രീകൾ മാത്രമുള്ളവരൊക്കെ ഡോർമെട്രി. അത് നല്ല സൗകര്യം തന്നെയാണ്. അവിടെ തന്നെ മൂന്നാർ ഡിപ്പോയിൽ തന്നെ ഒരു വലിയ ബസ് AC ആക്കി ഫുള്ള് ഡോർമെട്രി ആയിട്ട് വെച്ചേക്കുന്നത്. അവിടെ എല്ലാ സൗകര്യവും, ടോയ്ലറ്റും എല്ലാം ഉണ്ട്. പുറത്തന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു റൂം അവർ തന്നെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരുന്നു, 2 റൂം. അപ്പോൾ ഞങ്ങളിത് ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്ന വഴി അങ്ങോട്ട് പോയ ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അതുമൊക്കെ വളരെ നല്ല ഹോട്ടലാണ്. അത് നമ്മളിത്രയും പ്രതീക്ഷിച്ചതേ ഇല്ല. നമ്മൾ വിചാരിച്ചിട്ട് ഇവരുടെ കൂടെ പോകുമ്പം എങ്ങനെയൊക്കെയുള്ള ഹോട്ടലായിരിക്കുമെന്ന്. പക്ഷേ സൂപ്പർ ഹോട്ടൽ, നല്ല ക്വാളിറ്റിയുള്ള ഫുഡും എല്ലാം നന്നായിരുന്നു. അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇവരോടൊപ്പം പോകുമ്പോൾ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവർക്ക് എല്ലാ റൂട്ടും അറിയാമല്ലോ. ഡെയിലി ഇവർ പോവുകയല്ലേ, എല്ലാ ആഴ്ചയിലും 1-2 ദിവസം അവർ പോകുന്നുണ്ട്. അപ്പോൾ നല്ല ഷോർട്ട് കട്ടും റൂട്ടും ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് കൊണ്ട് കാണേണ്ട എല്ലാ സ്ഥലത്തും അവർ കൊണ്ടെത്തിക്കും. ആന ഇറങ്ങുന്ന ഡാം, ആന വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലം. നല്ലൊരു യാത്രയും നല്ലൊരു അനുഭവമായിരുന്നു. ആന ഇറങ്ങും ഡാം എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളും നിങ്ങളും കാണുക. നല്ല വെയിലായിരുന്നു, വെള്ളം കുറവായിരുന്നു. ചില അരുവികൾ, പാലരുവിയൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ വെള്ളം കുറവാണ്. നല്ല വെയിൽ സമയത്താണ് ഞങ്ങൾ പോയത്. ഇതാണ് അഭിലാഷ് സാറ്, ഇതിൻ്റെ മെയിൻ ആൾ. ഇവരൊക്കെ ഒരുപാട് പ്രാവശ്യം പോയതാണ്. അപ്പോൾ എല്ലാവർക്കും അഭിലാഷ് സാറിൻ്റെ കൂടെ പോകുന്നത് ഭയങ്കര സന്തോഷമാണെന്ന് അവിടെ ഇരുന്ന മുന്നേ പോയിട്ടുള്ളവർ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ട്രിപ്പാണ്, പക്ഷേ പറഞ്ഞത് അതേ സത്യം തന്നെയാണ്. ഒരുപാട് ഹാപ്പിയായിരുന്നു. നമ്മളോടൊപ്പം നിന്ന് നമുക്ക് പാട്ട് പാടാത്തവരെ പഠിപ്പിച്ചു. ഞാനൊക്കെയാണ് ഒരു പാട്ട് പോലും പാടാത്ത ആളെ, എന്നിട്ടും എന്നെ കൊണ്ടും പാടിപ്പിച്ചു, ഡാൻസ് ചെയ്യിപ്പിച്ചു, എല്ലാവരെ കൊണ്ടും എല്ലാ പ്രോഗ്രാമും ചെയ്യിപ്പിച്ചു. അതിൽ സാറിനൊരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു. എല്ലാവരെയും ഒരേപോലെ വളരെ സന്തോഷത്തോടുകൂടെ കാണുന്നൊരു മനുഷ്യൻ. ഇതാണ് നമ്മൾ പോയവരെല്ലാവരെയും കൂട്ടി നിന്നതാണ്. അത് കുറച്ച് ആൾക്കാർ അപ്പുറം ഇപ്പുറമൊക്കെ പോയിട്ടുണ്ട്. കുറേ പേരെയൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. ഈ ഇരിക്കുന്നവരൊക്കെ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാർ. ഓരോ സ്ഥലത്ത് പോയ വഴി ഓരോ സ്ഥലത്ത് ഇറങ്ങി ഓരോന്ന് കാണുകയും ഒക്കെ ചെയ്യുകയാണ്. പിന്നെ അവിടെ ഒരു ഷോപ്പിൽ നമ്മൾ ഇറങ്ങി. ഇതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ തന്നെയാണ്, അത് ചെറിയ ഒരെണ്ണമാണ്. അവിടെ നമ്മൾ ഷോപ്പിംഗ് നടത്തുക, തേയിലയൊക്കെ വാങ്ങിക്കാനായിട്ട്. അതൊക്കെ വലിയ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഞങ്ങൾ പോയായിരുന്നു. അത് ടിക്കറ്റൊക്കെ എടുത്ത് പോയി. ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് കയറിയതാണ്. വലിയൊരു ഷോപ്പ്, എല്ലാം പ്യുവർ സാധനം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു ഇവിടുത്തെ ഗാർഡനും വളരെ വലുതാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല, ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോയില്ല. ഞങ്ങൾ അപ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് കയറി. ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കറുകപ്പട്ടയൊക്കെ ഒറിജിനൽ സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാർ വാങ്ങിച്ചു. തേയില വാങ്ങി. അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ നിൽക്കുകയാണ് എല്ലാവരും.
അതിനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സമയം എല്ലാ തരുന്നുണ്ട്. സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധ ഐറ്റംസുകളും എല്ലാം കിട്ടുന്ന സ്ഥലമാണ് ബൊട്ടാണിക്കൽ അത് ഗാർഡൻ. കുറച്ച് ക്വാളിറ്റിയുള്ള തേയിലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ക്വാളിറ്റിയാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കുറച്ച് പ്രൈസും ഉണ്ട് അതിന്. എല്ലാ സാധനങ്ങളും ഉണ്ട്, ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റിയാന്ന് പറഞ്ഞു. പിന്നെ ഷോപ്പിംഗ് നടത്തുകയാണ് അവർ. ഹസ്ബൻഡ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ. പുള്ളിയാണ് വീഡിയോ എടുത്തത്. ഈ വീഡിയോ കൊണ്ടുവന്നത് ഇപ്പം ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ എന്തായാലും അങ്ങ് ഇടാമെന്ന് വിചാരിച്ച് അങ്ങ് ഇട്ടതാണ് ഫുള്ള്. മസാലകൾ, ഏലക്കയൊക്കെ നല്ലതാണ്. ഞങ്ങൾ മുന്നേ വാഗമൺ ഇവിടെ പോയപ്പോൾ നല്ല ആ ഏലക്ക ഇപ്പോഴും ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഒക്കെ നമ്മൾ ഇവിടെയൊക്കെ കിട്ടുന്നതിനെക്കാട്ടിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടും. കുറച്ച് വിലയുണ്ട്, പക്ഷേ ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ നമ്മൾ അവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഗവൺമെൻറ്റിൻ്റെ വലിയത്, അവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നു. ഒരാൾക്ക് 100 റുപ്പീസാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ വളരെ ഭംഗിയായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും സന്ധ്യ ആയിക്കഴിഞ്ഞു, ഇച്ചിരി ഇരുട്ടായി. ഞങ്ങൾ വണ്ടി മൂന്നാർ ചെന്നിട്ട് ഉടനെ ഞങ്ങളുടെ റൂമിൽ പോയി അവിടെ ബാഗൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അപ്പം അഭിലാഷ് സാറ് പറഞ്ഞ് ഈ ഒരു സന്ധ്യയ്ക്ക് പോകുന്നതാണ് ഭംഗി, ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഉണ്ടല്ലോ, ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഇങ്ങനെ പോയത്. രാത്രി പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗി. നല്ല തിരക്കായിരുന്നു. പൂക്കളും ചെടികളും ഒക്കെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പക്ഷേ നമുക്ക് രാത്രി ആയതുകൊണ്ട് അധികം എടുക്കാൻ പറ്റത്തില്ലല്ലോ. ക്ലിയറായിട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ അത് ക്ലിയർ ആകത്തില്ല. പക്ഷെ വളരെ ഭംഗിയായിരുന്നു. പല സൈസ് ചെടികളുണ്ട്. ശരിക്കും ആളുണ്ടായിരുന്നു അവിടെ. ഇപ്പം കുറച്ച് വെക്കേഷനും കൂടെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. നല്ല ലൈറ്റ് ഇതാണ്ട വെള്ളത്തിൽ കൂടുള്ള, അത് ഭയങ്കര ഒരു ഷോ ആയിരുന്നു. ഇത് കാണാനാണ് ആൾക്കാരെല്ലാം തിങ്ങിക്കൂടി. ഇഷ്ടംപോലെ നിൽക്കാൻ നമുക്ക് സ്ഥലമില്ലായിരുന്നു ഇത് കാണുന്നതിനോട്. ഈ ഒരു ടൈമിലാണ് ഉള്ളത്, രാത്രിയിൽ. അപ്പോൾ ഇത് കാണാനാണ് ഇത്രയും ആൾക്കാർ തിങ്ങിക്കൂടിയത്. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ആ കളർ ക്ലിയർ ആവത്തില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അത് പല രീതിയിൽ അതിൻ്റെ ആ ഒരു ലൈറ്റ് സൂപ്പറായിരുന്നു. നമ്മൾ നേരിട്ട് കണ്ടിട്ട് ഇപ്പോൾ വീഡിയോയിൽ കൂടെ ഒക്കെ കാണുമ്പോൾ അത് വേറൊരു കളർ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത് കുറേ സമയം ഉണ്ടായിരുന്നു. അത് പല ആകൃതിയിൽ പല മോഡലിലായിരുന്നു ആ ലൈറ്റ്. നല്ല രസമായിരുന്നു, നല്ലൊരു കാഴ്ചയായിരുന്നു. മനസ്സിന് ഒരു ആനന്ദം ഉണ്ടാകുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത്. അതാ സാറ് പറഞ്ഞു ഈ സമയം തന്നെ പോയാൽ ഇതൊക്കെ കാണാമെന്നും പറഞ്ഞ് ഞങ്ങളെ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. അത് നോക്ക്, വളരെ ഭംഗിയുണ്ട് കാണാൻ. ആ വെള്ളത്തിലൂടെയുള്ള ഇത്, ആ ലൈറ്റ്. അവിടെ എല്ലാം നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിലൊക്കെ പോയി. പിറ്റേ ദിവസത്തേക്ക് രാവിലത്തെ ട്രിപ്പാണ്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ്. രാവിലെയുള്ള യാത്രയാണ്. രാവിലെ 6 മണിക്ക് തന്നെ വരണമെന്ന് പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ വെളുപ്പിനെ റെഡിയായി ഇറങ്ങി. എന്നാലല്ലേ എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ.
പിന്നെ മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിറയെ തേയിലക്കാടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും എല്ലായിടവും നല്ല പൂത്തുലഞ്ഞ് ഭംഗിയായിട്ട് നിൽക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലം. ഞങ്ങളവിടെ വണ്ടി നിർത്തി വീണ്ടും ഫോട്ടോഷൂട്ടൊക്കെയാണ് എല്ലാവർക്കും ഫോട്ടോകൾ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ആ സ്ഥലമൊക്കെ കാണാം. അവിടെ കാണുന്നതിന് വേണ്ടിയാണ്. ഓരോ സ്ഥലം കാണുമ്പോൾ അതിനോടൊപ്പം ഫോട്ടോയൊക്കെ എടുത്ത്. അവിടെയൊക്കെ നല്ല വെള്ളവും പാലരുവികളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും നമുക്ക് വെള്ളം കുറവായിരുന്നു ഈ ഒരു സമയം. എല്ലാ സ്ഥലവും മിക്ക സ്ഥലവും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ കൂട്ടമായിട്ടൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുകയാണ്. നല്ല മഞ്ഞും ഉണ്ടായിരുന്നു, നല്ല തണുപ്പ്. ആ ഒരു വെളുപ്പം കാലമായിരുന്നു. മോളാണ് ഫോട്ടോ എടുക്കുക. നമ്മുടെ ഡ്രൈവർ സാർ ഇങ്ങനെ അക്ഷമനായിട്ട് കാത്തു നിൽക്കുകയാണ്. നമ്മളെപ്പം വരുന്നോ അപ്പോഴാണ് യാത്ര ചെയ്യുന്നത്, അല്ലാതെ ഇപ്പോൾ വരണമെന്നോ അങ്ങനെയുള്ള യാതൊരു കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ വിചാരിക്കുകയോ ഇങ്ങനെയൊക്കെ പോയാൽ നമുക്ക് എങ്ങനെയൊക്കെ ഇറങ്ങാനൊക്കെ പറ്റുമോ. വളരെ സന്തോഷമായിരുന്നു. അതാണ്ട് ഇത് സാറും, ഇതാണ് അഭിലാഷ് സാറ്, മനോജ് സാറ്. സാറൊരു പുലിയാണ് അഭിലാഷ് സാർ. എന്തും ഡാൻസ്, പാട്ട്, എന്തെല്ലാം ബഹളങ്ങളാണ് ഇവിടെ കാട്ടിയത്. നമ്മൾ ഡാൻസ് കളിച്ച വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പം അങ്ങനെ ഇടാൻ പറ്റത്തില്ല യൂട്യൂബിൽ. അത് കാരണമാണ് ആ പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ല. കോപ്പി റൈറ്റിംഗ് വരും, അതാ. രാവിലെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടായിരിക്കും തോന്നുന്നു അടുത്ത് നിർത്തുന്നു. ബസ്സിലൊക്കെ ഉള്ള എല്ലാവരെയും കവർ ചെയ്തിട്ടുണ്ട്, ആർക്കും പരാതി വേണ്ട. നിങ്ങളെല്ലാവരും കാണണം. വീഡിയോ ഒത്തിരി ലെങ്തായി പോയെങ്കിലും പക്ഷെ നിങ്ങളെല്ലാവരും കാണണം. നമ്മുടെ ഹോട്ടൽ പാരഡൈസോ അവിടെയായിരുന്നു. എല്ലാ ഹോട്ടലുകളും നല്ല ഹോട്ടലാണ്, നല്ല നീറ്റായിരുന്നു. അവിടെയാണ് അവർ കൊണ്ടിറക്കിയത്. അത് ഫുഡാണെങ്കിൽ എല്ലാം ഉണ്ട്. ബൊഫേ ആണ്, വളരെ തുച്ഛമായ റേറ്റേ ഉള്ളായിരുന്നു. പക്ഷേ ബൊഫേ എന്ത് ഫുഡ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി, ദോശ, അപ്പം, ചപ്പാത്തി, പൂരി, ഉപ്പുമാവ് എല്ലാം ഉണ്ട്. നമുക്ക് എന്തൊരാൾക്ക് കഴിക്കണോ അതൊക്കെ എടുത്ത് കഴിക്കാം. അതായിരുന്നു അവിടുത്തെ ഒരു പ്രത്യേകത. ഒരാൾക്ക് ഒരു 90 റുപ്പീസേ ആയിട്ടുള്ളൂ. ഭയങ്കരമായിട്ട് നല്ല ഇതാണ്. ചായയും ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ. പിന്നെ അവിടെ നിന്ന് ട്രക്കിങ്ങിന് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അത് ജീപ്പിലേ പോകാൻ പറ്റത്തുള്ളൂ, ബസ്സിൽ പോകാൻ പറ്റത്തില്ല. ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്തായിരുന്നു. KSRTCയുടെ വകയായിരുന്നു ട്രക്കിങ്ങും എല്ലാം. ഒരു ഫുഡും ഞങ്ങൾ തിരിച്ചു വരുന്നതിൻ്റെ ലഞ്ചും KSRTCയുടെ വകയായിരുന്നു. നല്ല ഫുഡായിരുന്നു. ട്രക്കിങ്ങും അവരുടെ തന്നെയായിരുന്നു. ഞങ്ങളെ കൊണ്ടുപോയി. അപ്പോൾ അതിങ്ങനെ കാത്തിരിക്കുകയാണ് ജീപ്പിന്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ട് ജീപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ജീപ്പിൽ കുറച്ച് ആൾക്കാർ, അങ്ങനെ കുറേ ജീപ്പുണ്ടായിരുന്നു. എല്ലാം നല്ല അറേഞ്ച്മെൻ്റ് ആയിരുന്നു. നല്ല സ്ഥലങ്ങളാണല്ലോ അവിടെയൊക്കെ. ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര നല്ല സ്ഥലങ്ങളാണ്.
നല്ല കാറ്റും തണുപ്പും. ഒരുപാട് തണുപ്പ് നമ്മൾ പോയപ്പോൾ ഇല്ലായിരുന്നു, ചൂട് സമയത്തായതുകൊണ്ട്. എന്നാലും വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ജീപ്പിൽ കയറി ബലമായിട്ടൊക്കെ മുറുക്കി പിടിച്ചിരിക്കുക. ട്രക്കിംഗ് അല്ലേ, അപ്പോൾ ഭയങ്കരമായിട്ട് കുലുങ്ങും. അത് കാരണം ഇപ്പം മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി പോകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ഷേക്ക് ആവും, വണ്ടി മൊബൈലൊക്കെ കളഞ്ഞു പോവും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മാത്രം അതൊന്ന് എടുത്തതേ ഉള്ളൂ. പിന്നെ എല്ലാം നല്ല കുലുക്കവും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങ് ചെന്നെത്തി നല്ലൊരു കയറ്റം കയറിയൊക്കെ ചെയ്തു. നല്ലൊരു ഫീലായിരുന്നു ആ യാത്ര. ട്രക്കിങ് നല്ലതായിരുന്നു. അങ്ങനെ അപ്പോൾ ആ ഒരു ഇതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ മുരുകൻ മലയിലെത്തിയിരിക്കുകയാണ്. മുരുകമലയാണെന്ന് തോന്നുന്നു. സോറി, മുരുകമല ആയില്ല, പോകുന്ന വഴിയുള്ളതാണ്. പോകുന്ന വഴിയിൽ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. മുരുകമല ആയിട്ടില്ല, അങ്ങോട്ടുള്ള യാത്രയായിരുന്നു, അവിടം വരെ ആയില്ല. അതിനു മുമ്പ് നമ്മൾ ഇറങ്ങി. വേറെ ഓരോ സ്ഥലങ്ങൾ കാണിക്കാനായിട്ട് ജീപ്പ് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു വലിയ പാലരുവിയായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര വെള്ളമായി. ഞങ്ങളോട് പറഞ്ഞതായിരുന്നു ഡ്രസ്സൊക്കെ എടുക്കണം, നമുക്കിവിടെ കുളിക്കുക, ആൾക്കാർ കുളിച്ച് ഒക്കെ ഡ്രസ്സ് മാറി ഭയങ്കര നല്ല രസമായിരുന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അവിടെ വെള്ളം കുറവായിരുന്നു. അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ ആൾക്കാർ വന്ന് വെള്ളത്തിലിറങ്ങിയൊക്കെ ചെയ്യും. ഞങ്ങളാരും വെള്ളത്തിലിറങ്ങിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. വലിയൊരു പാറയാണ്, വലിയൊരു പാറ. ഇങ്ങനെ നമ്മൾ വിചാരിക്കും, നമ്മളിങ്ങനെ നോക്കുമ്പോൾ അയ്യോ നമ്മുടെ തലയിലോട്ട് വന്ന് വീഴുമെന്ന്. ഒറ്റക്കെട്ട് പാറ. ഇതവിടെ അതിനകത്ത് നിന്ന് കുളിച്ച മുമ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഓരോ ട്രിപ്പുകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കാർ. പാറക്കെട്ടാണ്, ഭയങ്കര വലിയ പാറ. വലിയ പാറയാണ് കേട്ടോ. ഫുള്ള ഒരൊറ്റ പാറ ഇങ്ങനെ നിൽക്കുകയാണ് താഴോട്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. വെള്ളത്തിലൊന്നും ഇറങ്ങില്ല, നമ്മൾ ആ ഭാഗത്ത് തന്നെ ഇറങ്ങി. ഉണ്ട് അവിടെയൊക്കെ സാധാരണ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, നല്ല വെള്ളമായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ പോയപ്പോൾ ഇവിടെ വെള്ളമില്ലായിരുന്നു, കുറവായിരുന്നു. വെള്ളം ഉണ്ട്, കുറവ്. അങ്ങനെ അവിടെ നിന്നുള്ള ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. വലിയൊരു പാറയാണ്, നല്ല രസമാണ് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ. ഒരു പാലരുവിയോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. കുറേ സമയം അങ്ങനെ അവിടെ ചിലവഴിച്ചു. പോകുന്ന വഴി നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങും. എല്ലായിടവും ഒരു കൊണ്ട് കാണിച്ചിട്ടാണ് കൊണ്ടുവന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കൊരാകാംക്ഷയായി ഇതെല്ലാം കാണുമ്പോൾ. പക്ഷേ കൂടെ കുറേ പ്രാവശ്യം പോയവർ പറഞ്ഞ് അവരെല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ പോകാറുണ്ടെന്ന്. അപ്പം വളരെ നല്ല യാത്രയാണെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് നോക്കണേ. വലിയൊരു പാറയാണ് ഈ കാണുന്നത്, ഭയങ്കര ഒരു പാറ. അതിങ്ങനെ മുകളിലിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ പാറ ഇങ്ങോട്ടൊക്കെ വന്ന് വീഴുമെന്ന്. ഇത് മറവൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. കരിമ്പെല്ലാം ഇങ്ങനെ എടുത്ത് ആ ശർക്കര ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് കരിമ്പ് ജ്യൂസ് കുടിച്ചു. പിന്നെ ശർക്കര ഉണ്ടാക്കുന്നതെല്ലാം കണ്ട്, ശർക്കര പാനി, ശർക്കര പൊടി എല്ലാം അവിടെ വിൽപ്പനയ്ക്കുണ്ട്. അതെല്ലാം നല്ല ഒന്നാന്തരം ഒറിജിനൽ സാധനം തന്നെയാണ്. ഞാൻ പാനിയൊക്കെ വാങ്ങിച്ചു. നമുക്കപ്പം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ എന്തെങ്കിലും ആവശ്യമുണ്ട് കുറച്ച് ഇങ്ങനെ എടുത്ത് ഒഴിച്ചാൽ മതിയല്ലോ. എല്ലാവരും ശർക്കരയും ശർക്കരയുടെ പൊടിയൊക്കെ വാങ്ങിച്ചു. ജ്യൂസ് കുടിച്ചു, കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. ശർക്കര ഉണ്ടാക്കുന്നതും അത് വന്ന് മെഷീനിൽ വന്ന് വീഴുന്നതും, അത് പൊടിയായിട്ട് വീഴുന്നതും, പിന്നെ പാക്ക് ചെയ്യുന്നതും എല്ലാം ഇതിനകത്ത് കാണും. മറയൂർ ശർക്കര എന്ന് പറഞ്ഞ് ചില ആൾക്കാർ പറയുമല്ലോ, അപ്പോൾ ഷോപ്പിലൊക്കെ ഇരിക്കുമല്ലോ മറയൂർ ശർക്കര, അതിവിടെയാണ്. നല്ല രസമാണത് കാണാനുണ്ടാക്കുന്നതൊക്കെ. അതെല്ലാവരും വന്ന് ഒന്ന് കാണുകയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ. ഇത് പാക്ക് ചെയ്ത് എടുക്കുന്നതും ഇതൊന്നും നമ്മളെപ്പോഴും കാണുന്ന കാര്യങ്ങളല്ലല്ലോ. നമ്മൾ ശർക്കര മാത്രമല്ലേ കാണാറുള്ളൂ. അതെങ്ങനെയാണ് ഈ രൂപത്തിൽ വരുന്നതെന്നുള്ളത് ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മനസ്സിലാവും.
ശർക്കരപ്പാനിയാണ് കിടക്കുന്നത്. കരിമ്പിൻ്റെ ചണ്ടി. എല്ലാവരും അത് വാങ്ങാനൊക്കെ നിൽക്കുക. അതാ ശർക്കരപ്പാനിയും. അപ്പം നമ്മുടെ കൂടെ മുന്നേ വന്നവർ പറയുന്നത്, മുന്നേ വന്നപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് പോലും ഒരു കുഴപ്പമില്ല, ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അത് വളരെ നല്ല ക്ലീനായിട്ടാണ് അവർ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അത് നമുക്ക് എന്തിനെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ 1 സ്പൂൺ എടുത്ത് ഇങ്ങനെ ഒഴിച്ചാൽ മതി. ശർക്കര ഇടിക്കാനും പിടിക്കാനും ഒന്നും പോകണ്ടല്ലോ. അങ്ങനെ വീണ്ടും നമ്മൾ അവിടുന്ന് ഇറങ്ങി. അടുത്തത് നമ്മൾ വേറെ കണ്ടു കഴിഞ്ഞില്ല, ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു കാഴ്ചയായിട്ട് രസമായിരുന്നു അത് കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് അവിടെ ഒരു ഗാർഡനൊക്കെ, അത് സ്ട്രോബെറിയുടെയാണ്. സ്ട്രോബെറി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പിടിച്ചിങ്ങനെ. ഞാൻ വിചാരിച്ചിരിക്കുന്നത് വലിയൊരു മരത്തിലായിട്ട് പിടിക്കുന്നതെന്ന്. പക്ഷേ വെറും ചെറിയ ചെറിയ തൈയിൽ ആ തൈ കാണാതെ ഇങ്ങനെ മൂടിയാണ് ഇത് നിൽക്കുന്നത്. അത് വെറും ചെറിയ തൈ, വെറും ഒരു കുഞ്ഞ് 1 ഇഞ്ച് നീളം പോലും കാണത്തില്ല. അതിനകത്ത് ഇങ്ങനെ നിറച്ച്. പക്ഷേ ഈ വീഡിയോയിൽ ക്ലിയറായിട്ട് കാണുമെന്നറിയത്തില്ല. അത് താന്നിങ്ങനെ നിൽക്കും, പക്ഷെ അത് നിറച്ചിങ്ങനെ നല്ല ചുമന്ന് പഴുത്ത് കിടക്കുകയാണ്. ഞങ്ങളതൊന്ന് എടുത്ത് കഴിച്ചായിരുന്നു, മേടിച്ചുകൊണ്ട് വന്നത് തിന്നായിരുന്നു. അവിടെ വിൽപ്പനയുണ്ട്. പിന്നെ അതിൻ്റെ ജ്യൂസ്, സ്ക്വാഷ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്ട്രോബെറിയുടെ അവിടെ വിൽക്കുന്നുണ്ട്. എന്താ സ്ട്രോബെറിയാണ് ഈ നിൽക്കുന്നത്. വേറും കുഞ്ഞ് തൈ കണ്ടില്ലേ, വേറും കുറ്റിച്ചെടി. പക്ഷേ അത് നിറച്ചുണ്ട്. അത് ക്ലിയറായിട്ട് നമുക്കത് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആ റെഡ് കളറിൽ നിൽക്കുന്ന എല്ലാം ഇങ്ങനെ പഴുത്ത് നിൽക്കുക. നല്ലൊരു കാഴ്ചയായിരുന്നു അത്. മൂന്നാറിൽ നല്ല മധുരമുള്ളതായിരുന്നു. സ്ട്രോബെറി വളർത്തുന്ന അപ്പോൾ തന്നെ അവർ തൂക്കി അത് നമുക്ക് തരും. ജാം, എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലമാണ് കാണുന്നതൊക്കെ. ഇവരുടെ കൂടെ പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഗൈഡിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മൾ അല്ലാതെ നമ്മൾ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോകുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ഒരു കാറ് അറേഞ്ച് ചെയ്ത്, ഞങ്ങൾ സാധാരണ അങ്ങനെയാണ് പോകാറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഗൈഡും കാണും, വണ്ടിയിൽ ഡ്രൈവറെല്ലാം വന്നിങ്ങനെ പറഞ്ഞു തരും. ഇതിപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സുഖമായിട്ടങ്ങ് ഇരുന്നാൽ മതി. വണ്ടി കയറി അവരെല്ലായിടവും കൊണ്ടുപോയി എല്ലാം നമുക്ക് കാണിച്ച് പറഞ്ഞു തരും. എല്ലാം മറയൂരുള്ള സ്ഥലങ്ങൾ. ഇത് അത് കഴിഞ്ഞിട്ടുള്ള വേറൊരു ഒരു സ്ഥലമാണത്. നല്ല വെയിലുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ചൂടുണ്ടായിരുന്നു അവിടെ അപ്പോഴും. അപ്പം ചെടികളെല്ലാം അവിടെ കണ്ടില്ലേ, കാടൊക്കെ ഇങ്ങനെ കരിഞ്ഞ കാടെന്ന് എല്ലാവരും പറയുമായിരുന്നു. കരിഞ്ഞ് നിൽക്കുമായിരുന്നു ഇലയൊക്കെ ചൂട് കൊണ്ട്. നമ്മളൊരു നവംബർ ഡിസംബർ മാസത്തിൽ വരുമ്പോഴേ ആ തണുപ്പ്, ആ കോടമഞ്ഞ് നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. എപ്പോഴും ഇടയ്ക്ക് ചില സ്ഥലത്തൊക്കെ നല്ല മഞ്ഞുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, അത്രയും മഞ്ഞ്, ആ തണുപ്പ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്തില്ല ആ ഈ ഒരു ടൈമായതുകൊണ്ട്. ഇതാണ് മുരുകമല. ഇവിടെയാണ് നമ്മൾ കയറുന്നത്. എല്ലാവരും മൂന്നാർ വരുമ്പം മിക്ക ആൾക്കാരും വരുന്ന സ്ഥലമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, കാറ്റും നല്ലൊരു തണുപ്പും കുളിർമയൊക്കെ ഫീൽ ചെയ്തു. വലിയ അങ്ങ് താഴോട്ട് ഭയങ്കര ആഴമാണ്. നമുക്ക് അതിൻ്റെ അങ്ങേറ്റത്തോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളൊക്കെ അവിടെയൊക്കെ നിന്നു. സീനറികളൊന്നും വളരെ ക്ലിയറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. അകത്തോട്ട് വലിയ കൊക്ക പോലാണ്. ഈ പാറയിൽ കൂടെ കയറി വന്ന ആ ട്രക്കിങ് ഒരു ഭയങ്കര അനുഭവമായിരുന്നു. ആ ജീപ്പ് കയറി വന്നൊരു വരവ് എന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു വല്ലാത്ത, നമ്മളങ്ങ് മോളിൽ ചെന്നിട്ട് താഴെ വരുമായിരുന്നു. അത്രയും നല്ലൊരു അനുഭവമായിരുന്നു. അത് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ തിരിച്ചു അവർ കൊണ്ടുപോയത്.
ഇനി ഞങ്ങൾ തിരിച്ചു പോവുക. തിരിച്ച് നമ്മൾ ഫുഡ് അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെടുത്ത് തന്നെയായിരുന്നു. പക്ഷെ നല്ല ഫുഡായിരുന്നു. അത് KSRTCയുടെ വകയായിരുന്നു ലഞ്ച്. നമ്മുടെ പാക്കേജിലുള്ളതായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഹോംലി ഫുഡ് സൂപ്പറായിരുന്നു. നല്ല പായസം വരെ ഉണ്ടായിരുന്നു. നല്ല ഊണായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി പിന്നെ ഊണൊക്കെ കഴിച്ചു. ഇതൊക്കെ പോകുന്ന വഴിയുള്ള ഒരു സീനറിയാണ് എടുത്തേക്കുന്നത് മൊത്തം. മൂന്നാറിൽ കൂടിയുള്ള കാൽനട യാത്രയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ മൂന്നാറിലൂടെ ഞങ്ങൾ കാൽനട യാത്ര നടത്തി. കുറച്ച് നടക്കണമെന്ന് പറഞ്ഞ് നമുക്ക് മൂന്നാറിലൂടെ ഒരു നടത്താം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും നടക്കുവാണ്. വണ്ടി എടുത്ത് നിർത്തിയിട്ട് ഞങ്ങൾ കുറേ നടന്നെല്ലാവരും. അതും നല്ലൊരു അനുഭവമായിരുന്നു. വണ്ടിക്കകത്തൊക്കെ വെച്ച് നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. ഈ കോപ്പി റൈറ്റിംഗ് വരുന്നതുകൊണ്ട് നമുക്കതൊന്നും ഇടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നല്ല പാട്ടായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ആ പാട്ടൊന്നും നമുക്ക് നമ്മുടെ ചാനലിന് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ല. കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരത് കട്ട് ചെയ്യും, അവർ ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. അത് കാരണം പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അവിടെയൊക്കെ നിന്ന് എടുക്കുന്ന ഫോട്ടോസാണ്. തിരിച്ച് നല്ല രസമായിരുന്നു ഇവിടെയൊക്കെ. അഭിഷേക് അഭിലാഷ് സാർ ഒരു സംഭവമാണ്. സാറ് പറയും ചെയ്തേ എന്താണെന്നൊക്കെ ചോദിക്കുമോ സാറ്? എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാനത് ഒന്ന് സംസാരിക്കുകയാണ് സാറിനെക്കുറിച്ചും മറ്റേ സാറിനെക്കുറിച്ചും ഒക്കെ. വലിയ സംഭവം തന്നെയായിരുന്നു. അവർ രണ്ടുപേരും നല്ല ഇതായിരുന്നു. അതുപോലെ തന്നെ ഡ്രൈവർ സാറും. നമ്മളോടൊപ്പം കൂടുന്ന ആൾക്കാരാകുമ്പോഴേ നമുക്ക് സന്തോഷമായിട്ട് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു കണ്ടക്ടറെന്നോ അല്ലെങ്കിൽ കോർഡിനേറ്ററെന്നോ ഒന്നും മാറി നിന്നിട്ടില്ല. നമ്മളെ എത്ര രസകരമാക്കാം, നമ്മളെ രസിപ്പിക്കുക എന്ന് മാത്രമേ സാറ് നോക്കിയിട്ടുള്ളൂ. അതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട് സാറിനോട്. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഈ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പാണ്. നമുക്കൊരു യോഗ അക്കാഡമി ഉള്ളതാണ്. നമ്മൾ അവരുമായിട്ടൊക്കെ ഇഷ്ടംപോലെ പുറത്ത് പോകുന്നതാണ്. ഒന്നേ നമ്മുടെ വണ്ടിയിലോ അല്ലെങ്കിൽ അല്ലാതെ ട്രാവലറൊക്കെ പിടിച്ച് ടൂറിസ്റ്റ് വണ്ടി പിടിക്കും. അതുപോലെ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഒരു ലേഡീസ് മാത്രമാണ് പോകാറുള്ളത്. പക്ഷേ അപ്പം നമ്മളിങ്ങനെ വരുന്നു പറയുമ്പോൾ പലരും പറഞ്ഞ് KSRTC വരും, അതെങ്ങനെ ശരിയാവും എന്നുള്ളൊരു രീതിയാണ്. അവരല്ല, എൻ്റെ സ്റ്റുഡൻസ് അല്ല, പുറത്തുനിന്ന് നമ്മളോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോയിട്ട് വരട്ടെ, ഇതിപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് നമുക്കെല്ലാവർക്കുമായിട്ട് പോകാം. പക്ഷെ ഞാൻ ഇവിടെ വന്നതിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ഞങ്ങൾ പല ട്രിപ്പ് പോയെങ്കിലും അത് നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, നമ്മുടെ സ്റ്റുഡൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിരിക്കും. ഇത് പല സ്ഥലത്തു നിന്നും പല ഫാമിലിയിൽ നിന്നും വന്ന പല ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെട്ടെങ്കിലും പക്ഷെ ഒരു ഫാമിലി പോലെ നമ്മൾ ഈ 2 ദിവസം കൊണ്ട് ഇത്രയും സന്തോഷകരമായ എനിക്ക് എൻ്റെ ജീവിതത്തിലേ ഉണ്ടായിട്ടില്ല. സത്യം നമ്മൾ ഒരുപാട് പോകാറുണ്ട്. ആ ഒരു സന്തോഷം അത് ഭയങ്കരമായ ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിലാഷ് സാറിനാണ്. അഭിലാഷ് സാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടാണ് ഇവിടെ വന്നത്. കാരണം നിങ്ങൾ KSRTC തന്നെ അഞ്ചു എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ പരിചയപ്പെട്ടാണ്. അപ്പോൾ സംസാരിച്ചാൽ പറഞ്ഞു മാഡം ഒന്നും വിഷമിക്കേണ്ട, ഇതിനകത്ത് അടിച്ചുപൊളി അഭിലാഷാണ് ഇതെന്ന് പറഞ്ഞു. വളരെ നല്ല രസമായിട്ട് നല്ല എൻജോയ് ചെയ്ത് മാഡത്തിന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ്. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ ഒരു സുഹൃത്തെന്നോ ഒരു സഹോദരനായിട്ടോ നമുക്ക് ആരാണോ നമ്മുടെ ഫാമിലിയിലെ ഒരു സഹോദരനെ, എൻ്റെ ഒരു സഹോദരനെ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഡാൻസ്, പാട്ട്, അതാണ് നമ്മളും അതിനകത്ത് എൻജോയ് ചെയ്തത്. വളരെ നല്ല രീതിയിലുള്ള ട്രിപ്പായിരുന്നു. വളരെ സന്തോഷം. പിന്നെ എനിക്ക് എല്ലാവരോടും നമ്മളോട് സഹകരിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ എനിക്ക് പേരറിഞ്ഞൂടാ, നമ്മളെ ഇത്രയും നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് ഒരു കുഴപ്പവും കൂടാതെ നമ്മളോടൊപ്പം എപ്പോഴും ചിരിച്ച മുഖം ഞാൻ കണ്ടതില്ല, എനക്കൊരു പുഞ്ചിരിയാണ്. സന്തോഷത്തോടു കൂടി നമ്മളെ കൊണ്ടുവന്ന വിജുകുമാർ സാറിനും ഒരുപാട് നന്ദി. എല്ലാവർക്കും ഒരുപാട്. പിന്നെ ഈ സാറ്
റിട്ടയർഡ് പോലീസ് പേരെനിക്ക് മനോജ്. പിന്നെ എല്ലാവർക്കും സൂപ്രണ്ട് മാഡം, എല്ലാത്തിനും എല്ലാ KSRTC ജീവനക്കാർക്കും എന്ന് വെച്ചാൽ നമുക്ക് ധൈര്യത്തോടെ ഞാൻ ഇനി ഒരാളോട് പറയും. ഞാനിത് എൻ്റെ യൂട്യൂബ് അത് വൈൻഡപ്പ് ചെയ്യുന്ന കൂടെ അത് ഞാൻ ഇപ്പം ഇവിടെ പറയുന്നില്ല. പറയുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യത്തോടു കൂടി തന്നെ നമുക്ക് KSRTC ട്രിപ്പ് നമുക്ക് എടുക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പറയും. ഇത് ഞാൻ യൂട്യൂബിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി ആ വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക്സ്. അപ്പൊ നമുക്ക് അവർക്ക് കുറച്ച് അങ്ങനെ പാട്ടും ഡാൻസും എല്ലാമായിട്ട് നല്ലൊരു ട്രിപ്പായിരുന്നു. സാറ് സംസാരിക്കുകയാണ്, പാട്ട് പാടിയവർക്കൊക്കെ പ്രൈസ് കൊടുക്കാൻ പോകുന്നു കുട്ടികൾക്കെല്ലാം. സാറ് നന്നായിട്ട് പാടും, നല്ല പാട്ടായിരുന്നു സാറിൻ്റെ. പക്ഷേ ആ പാട്ടൊന്നും ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, കോപ്പിറൈറ്റിംഗ് വരുന്നത് കൊണ്ട് മാത്രമാണ് പാട്ടിടാത്തത്. അപ്പോൾ സാറ് എല്ലാവരോടും അതിനെക്കുറിച്ച് പറയുകയാണ്, എല്ലാവരും പെർഫോം ചെയ്യണം. നമ്മളൊരു ഒരു യാത്രയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതിനകത്ത് പങ്കുകൊള്ളണം. എന്നെയൊക്കെ പിടിച്ച് പാട്ട് പാടിപ്പിച്ച്, പാട്ട് എന്തുവാന്ന് പോലും അറിയാത്ത ഞാൻ വരെ പാടി ഡാൻസ് ചെയ്യിപ്പിച്ച് എല്ലാ ആൾക്കാരും എല്ലാം ചെയ്തു. അതൊക്കെ ഒരു സന്തോഷമായിട്ട് മാത്രം നമ്മൾ കരുതിയാൽ മതി. ഇതിനകത്തുള്ള യാത്രയിലുള്ള എല്ലാ സന്തോഷങ്ങളും ധൈര്യമായിട്ട് നമുക്ക് KSRTCയുടെ കൂടെ യാത്ര ചെയ്യാം. നിശ്ചിതമായ ഒരു ചെറിയ തുകയിൽ നമുക്ക് അവരോടൊപ്പം യാത്ര ചെയ്യാം. വളരെ സേഫാണ്, കെയറാണ്, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് ട്രിപ്പാണ് പോകുന്നത്. നമ്മളോട് പലരും പറഞ്ഞാണ് KSRTC പോകുമ്പോൾ എന്തോ എങ്ങനെ ആയിരിക്കും. പക്ഷേ നമുക്ക് 100% ഉറപ്പായിട്ട് പറയാം, നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന യാത്രയെക്കാട്ടും നല്ല കെയറിങ് ആയിരുന്നു. ഒന്നും നമുക്ക് ടെൻഷനില്ലാതെ ഒരുപാട് ആൾക്കാരും പുതിയ നമുക്ക് സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒക്കെ നമുക്ക് കൂട്ടുകെട്ടി ഇനിയും ഞങ്ങൾ പോകും. തീർച്ചയായിട്ടും KSRTCയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ KSRTCയെ ബന്ധപ്പെടുക. ഇങ്ങനെ ഓരോ യാത്രകൾ നമുക്ക് ചെറിയ തുകയിൽ നിശ്ചിതമായ നമുക്ക് സാധാരണക്കാർക്കും യാത്ര ചെയ്യാവുന്ന ഒരു യാത്രയാണ് KSRTCയോടൊപ്പം. KSRTCക്ക് ഞങ്ങളുടെ ഋഷിയോഗ അക്കാഡമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ആശംസകൾ. താങ്ക്സ്. എല്ലാവരുടെ ഇവിടെ വന്ന് ഡാൻസ് കളിക്കുന്ന കാര്യങ്ങളൊക്കെ കാണി പിള്ളേർക്ക് പ്രൈസൊക്കെ കൊടുക്കുകയാണ്. അതിൻ്റെ സൂപ്രണ്ട് സാറും ഒക്കെ ഉണ്ടായിരുന്നു ഫാമിലിയായിട്ട്. ഞങ്ങളെല്ലാവരും കൂടെ കിടന്ന് കളിച്ച കളികളൊക്കെയാണ്. പാട്ടിനകത്ത് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ നമ്മളെ എഴുന്നേൽപ്പിച്ച് കളിപ്പിച്ചതാണ്. ഡാൻസൊന്നും കളിക്കാതെ ഞങ്ങളെയൊക്കെ കൊണ്ട് കളിപ്പിച്ചു. ഒത്തിരി സന്തോഷം. നമ്മുടെ ഈ പ്രോഗ്രാം നമ്മുടെ ഈ ചാനൽ